ഹലോ ഹലോ, ഞാൻ ആരതിയ. ആണോ? ഛേ, എനിക്കറിയില്ലായിരുന്നു. ഷോക്കായല്ലേ? നിനക്ക് എന്താടോ, നീ ലാൻഡ് ഫോണിൽ നിന്നല്ലല്ലോ വിളിച്ചത്. ഫോൺ എടുത്തപ്പോ തന്നെ ഞാൻ ആരതിയാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. നിന്റെ പേര് ഞാൻ എന്റെ ഹാർട്ടിൽ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളോണ്ട് മൊബൈലിന് പ്രത്യേകിച്ച് സേവ് ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് എപ്പോ നോക്കിയാലും തമാശ വിക്കി. സീരിയസ് ആയി കഴിഞ്ഞാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും എല്ലാവരും കൂടെ. അവസാനം നീയും അനിയത്തി കൊച്ചും കൂടി വന്നിട്ട് കർട്ടന്റെ പുറകെ അന്നത്തെ പോലെ ഒളിച്ചിരിക്കും. ശരി, എന്തു പറയാനാ വിളിച്ചേ? എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, സംസാരിക്കേ, ഞാനും ഫ്രീ ആയപ്പോ. നിന്റെ സംസാരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഹെഡ്ഫോൺ വെച്ചിങ്ങനെ മെലഡി കേൾക്കുന്നൊരു ഫീലാ. അന്യായമായിട്ട് ഞാൻ നിങ്ങളുടെ കഥ കേൾക്കണോ ബോസ്? നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തതില് എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ? വേദം നേട്ടം നമ്മുടെ ജീവിതം നന്നായിട്ടിരിക്കണമെന്ന് കരുതിയ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യുന്ന എന്റെ ചേട്ടൻ എന്താ അങ്ങനെ ചില്ലറക്കാരനാണോ? അവരുടെ നല്ല കാലത്തിന് ഒരു നാക്ക് പോരാ. സത്യമായിട്ട് ഏട്ടൻ ഗ്രേറ്റാ. അതുകൊണ്ട് തന്നെ നമ്മൾ പേട്ടനോട് സംസാരിക്കണ്ടേ? നമ്മളോ? ചേട്ടൻ എടുത്തോ? എന്തിനാ? ഏട്ടൻ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ വിക്കി? അപ്പൊ ഏട്ടന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കർത്തവ്യമല്ലേ? ഡൗട്ടേ അല്ല, കറക്റ്റാ. അതുകൊണ്ട് വിക്കി ഏട്ടന്റെ അടുത്ത് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കേ. ചേട്ടനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നത് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ആരതി. അതിനാ റൗഡി കൊച്ചിനെ ഞാൻ ഇറക്കി വിട്ടിരിക്കുന്നേ. ഇപ്പൊ നമ്മുടെ രണ്ടുപേരെ സ്നേഹം ഇരിക്കുന്നത് റൗഡി കൊച്ചിന്റെ കൈകളിലാ. അങ്ങനെ അവളുടെ വാക്കും കേട്ട് കല്യാണം കഴിക്കുന്ന കാര്യം ചേട്ടന്റെ കയ്യിലോ? ആണോ വിക്കി? എന്തോ കല്യാണം കഴിഞ്ഞ് 40 വർഷമായിട്ടുള്ള ഒരു ആന്റി അങ്കിളിനെ ഏട്ടാന്ന് വിളിക്കുന്ന പോലെയുണ്ട്. ആ ഒരു വൈബാ കിട്ടുന്നേ. അമൂല്യ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ. യു ഡോണ്ട് വറി. എനിക്ക് എങ്ങനെയും എല്ലാം ഒന്ന് നന്നായി കണ്ടാൽ മാത്രം മതി. അങ്ങനെ നടക്കൂ, അതേ സംഭവിക്കുള്ളൂ. എൻഗേജ്മെന്റ് ഫിക്സ് ആയ സന്തോഷത്തില് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കാണാട്ടോ. ലവ് യു. പ്രണയത്തിലെല്ലാം മറന്നു പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല കാര്യം. വിക്കി ബോസ് സിനിമയ്ക്ക് പോണെന്നുള്ള കാര്യം എന്തായാലും മറന്നിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോഴും കുട്ടികളി തന്നെയാ. മൂത്തവര് പറഞ്ഞത് ഒരക്ഷരം കേക്കില്ല. ഞാൻ ഇതെല്ലാം പോയിട്ട് വിക്കിന്റെ അടുത്താണല്ലോ പറഞ്ഞത്. ഇനി ആ ദൈവം തന്നെ രക്ഷിക്കട്ടെ. എടോ സുമേഷേ, ബാപ്പുവാ. നിങ്ങൾ കോൾ ചെയ്യട്ടെ എന്ന് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ജൂനിയർ ബോസ്. ജൂനിയർ ബോസ്? ആ, വേദൻ സാർ നിങ്ങളുടെ സീനിയർ ബോസ് ആകുമ്പോ നിങ്ങൾ ഞങ്ങളെ ജൂനിയർ ബോസ് അല്ലേ? എന്താ പേരുടെ ചടങ്ങോ? വാടോ. അല്ല, ഈ മൊബൈൽ യൂസ് കൂടുന്നുണ്ടല്ലേ ഇപ്പോ? ഏത് നേരം ഞാൻ അതിൽ തന്നെ ഇങ്ങനെ ഓൺലൈനിൽ നോക്കിക്കൊണ്ട് വേറെ പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നേ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഈ കേരളത്തിൽ വേറെ എത്ര ബാച്ചിലേഴ്സ് ഉള്ളതാ, എന്നിട്ട് അവർക്ക് എന്നെ കിട്ടിയുള്ളൂ. മെസ്സേജ് അയച്ചത് വെറുതെ ആയിരിക്കും വിചാരിച്ചപ്പോ ഇപ്പതാ ഫോൺ ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ, ഈ പെണ്ണുങ്ങളെ ഒരു പ്രശ്നം തന്നെയാ. മിസ്റ്റർ ഏലിയൻ പിശാചേ, ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോ. കല്യാണം കഴിക്കുന്ന നല്ലത്. അല്ലെങ്കിൽ നിന്നെ പ്രേമിക്കുന്ന പെൺകുട്ടിയായിട്ട് ഞാൻ ഇനി ആക്ട് ചെയ്യേണ്ടി വരും. പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത്. നമ്മുടെ ഏറ്റവും വലിയ കില്ലാടിയ അമൂല്യ തന്നെയാ. നോ, നമ്മുടെ അമൂല്യല്ല, ആ മരക്കഴുത റൗഡി ബേബി. ഏതോ പെണ്ണെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. അവളോട് പറഞ്ഞാലോ? അവൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുമോ? വിളിച്ചു നോക്കിയാലോ? ആ കഴുതയുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ. അതിഥിയെ വിളിച്ചു നോക്കിയാലോ? നോ, ഈ സമയത്ത് ഞാൻ അവരെ വിളിക്കാൻ പാടില്ല. ഇനി ആ പെണ്ണ് തിരിച്ചു വിളിക്കുമെന്ന് ഉറപ്പില്ല. ഇപ്പൊ കിടന്നുറങ്ങാം. മിസ്റ്റർ ഏലിയൻ പിശാചേ, ഞാൻ അമൂല്യായിട്ട് ഇത്ര സ്മാർട്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഏത് കഥാപാത്രമായിട്ട് മാറാനും ഞാൻ റെഡിയാ. തുടങ്ങാൻ പോകുന്നുള്ളൂ മോനെ. സ്നേഹിക്കുന്ന കാര്യം സത്യമാണോ എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? കാണിച്ച് തരാടോ അഹങ്കാരി തനിക്ക്.
എൻ്റെ എല്ലാ ബിസിനസ് ഫ്രണ്ട്സിനും ഇൻവിറ്റേഷൻ പോകണം. ഇമ്പോർട്ടൻറ്റ് ക്ലയൻസിനെയൊക്കെ എൻഗേജ്മെന്റിന് വിളിക്കണം. സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്സ്, ആരെയും മിസ് ചെയ്യാൻ പാടില്ല. ആദ്യയെയും പാറുവിനെയും എന്തായാലും വിളിച്ചേ പറ്റൂ. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്. എനിക്കിഷ്ടമാണ്. എന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ. ഞാനും നിങ്ങൾ മാത്രമേ കല്യാണം കഴിക്കൂ. ഇതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് നല്ല മൂഡിലാണെന്നാ തോന്നുന്നത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു ഭർത്താവിന് വേറെന്ത് ഉദ്ദേശം ഉള്ളത്? ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നീ നാട്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും എന്ത് സോ? ഇതിനെയൊന്നും ആരും ടൈം സ്പെല്ലിംഗ് എന്ന് പറയാറില്ല. പിന്നെന്ത് പറയാനാ? എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾ ആമ്പിള്ളേരെല്ലാവരും സ്നേഹിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കിക്കോളാം ഇങ്ങനെ നോക്കിക്കോളാം എന്ന് ചുമ്മാ പറയും. കല്യാണം കഴിയുമ്പോ ഞങ്ങൾ രാത്രി മാത്രമേ ഓർമ്മ വരുള്ളൂ. അല്ല, അങ്ങനെ ആരാ പറഞ്ഞേ? ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ മറന്നാലല്ലേ? ഓ അങ്ങനെയാണോ? ഇന്ന് നമ്മുടെ ലവ് ആനിവേഴ്സറി ആണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് തന്നെ മറന്നുപോയി. അപ്പോഴാണ് ഈ ലവ് ആനിവേഴ്സറി. ഈ ആനിവേഴ്സറികളെല്ലാം വർഷത്തിൽ എത്ര തവണ വരുമോ? എന്താ മനസ്സിൽ തന്നെ വഴക്ക് പറയാണോ? അങ്ങനെ ആരാ പറഞ്ഞേ? നിന്നെ പോലെ സുന്ദരിയായ ഒരു ഭാര്യയെ ആർക്കാ വഴക്ക് പറയാൻ സാധിക്കുക? ഞാൻ അങ്ങനെ ഒരാളെയല്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സംസാരിച്ചു വീഴ്ത്തുന്ന ആളാ. നീ അതിനെ ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. ശരി, ഇന്ന് ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ബാൽക്കണിയിലിരുന്ന് നമുക്ക് രണ്ടുപേർക്കും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാം. ഹലോ, നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? നിനക്ക് എന്താ വേണ്ടത്? അതെ, എനിക്ക് തലയ്ക്ക് സുഖമില്ല. എന്നാലേ അതിന് കാരണവും നിങ്ങളാ. എന്താന്ന് ചോദിക്കേ. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാ. നിങ്ങൾ എനിക്ക് റിപ്ലൈ തന്നില്ലെങ്കിലും എന്നോട് സംസാരിച്ചില്ലെങ്കിലും സത്യമായിട്ടും എനിക്ക് വട്ടു പിടിച്ചതുപോലെ തോന്നും. എന്താ ഒന്നും മിണ്ടാത്തെ? അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയേണ്ട ആവശ്യമില്ല ഒന്നും. എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല. ഫോൺ വെക്കടി. നിങ്ങൾ എങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലും അത് കേൾക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഇതുകൊണ്ട് തന്നെയാ എനിക്ക് നിങ്ങളോട് ഇത്രയ്ക്ക് ഇഷ്ടം തോന്നാൻ കാരണം. Shut up. This is too much. ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്താ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. നീ കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞ ഞാൻ എന്താ പേടിക്കോ? കോർട്ട് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഹലോ, എന്തൊരു കഷ്ടം ഇത്. ജനിച്ചപ്പോ മുതലുള്ള സ്വഭാവം ഒരിക്കലും മാറില്ലെന്ന് പറയുന്ന ഇതാ. കല്യാണം കഴിപ്പിക്കാനായിട്ട് വേറൊരു കഥാപാത്രമായിട്ട് മാറാന്ന് വിചാരിച്ച ഒരു ചെറിയ ഗ്യാപ്പിൽ റൗഡി ബേബി കയറി വന്നു. ജസ്റ്റ് മിസ്. അല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം. ഇങ്ങനെ സംസാരിക്കുള്ള കഴുതയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കളിക്കുന്നൊക്കെ ആ കഴുതയായിരിക്കോ? അതൊന്നും ആദ്യം കൺഫേം ചെയ്യണം. സ്വിച്ച് ഓഫ് ആണല്ലോ.
നീ ആ കഴുതയുടെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം. ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ പെണ്ണെ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഈ കഴുതയെ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. നിന്റെ ഫോണിലിട്ടിട്ടുണ്ട്. ഇനിയാണ് മാജിക് എന്താന്ന് കാണാൻ പോയത്. എടുത്ത് ചാടി ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട. എന്താ കാര്യം എന്ന് ചേച്ചി എന്നെ നേരിട്ട് കണ്ടു. എന്താ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാ എന്റർടൈൻമെന്റ് മാത്രം. ഇപ്പൊ നോക്കിക്കോ. ഡാർലിംഗ്, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നീ ക്യാൻറ്റീനിൽ എത്തിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ നിനക്ക്. ഡോർ ഓപ്പണാ. അതിനിപ്പോ എന്താ, ഇവിടെ ആര് വരാനാ? ഫോണാ. ഞാൻ പെട്ടെന്ന് ആരോ വന്നു എന്ന് വിചാരിച്ചു, അതുകൊണ്ടാ പേടിച്ചത്. വേറൊന്നുമില്ല. അമൂല്യാണല്ലോ ഫോൺ വിളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കോൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അമ്മു, ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഫോൺ എങ്ങാനും എടുത്തില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി ടെൻഷൻ എനിക്കല്ലേ വേണ്ടത്. ഞാനിവിടെ കുറച്ച് ബിസി ആയി പോയി. ഇമ്പോർട്ടന്റ് കാര്യമാണെങ്കിൽ പറഞ്ഞാൽ മതി. വെരി ഇമ്പോർട്ടന്റ് കാര്യ ചേട്ടാ. എന്തായാലും ചേട്ടന്റെ ഹെൽപ്പ് എനിക്ക് വേണം. ഹെൽപ്പ് എന്തായാലും ഞാൻ ചെയ്തുതരാം. പക്ഷെ രാവിലെ 10 മണിക്ക് ശേഷം. ഇപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക. കണ്ടീഷനെ വളരെ ക്രിട്ടിക്കലാ. അതുകൊണ്ടാ ബൈ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഫോൺ വെക്കല്ലേ ചേട്ടാ. ഹെൽപ്പ് ചോദിച്ചത് ചേച്ചിയുടെ ഒരു കാര്യത്തിന് വേണ്ടി, അതുകൊണ്ടാ. ശരിക്കും പെട്ടല്ലോ. ഒരു സീരിയലിലും ആണുങ്ങളുടെ വിഷമത്തെ പറ്റി പറയുന്നില്ല. നമ്മുടെ കാര്യം ആര് കേൾക്കാനാ? ചേട്ടാ, ഞാൻ പറയുന്ന കേക്കാമോ? ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ചേട്ടാ, നിന്റെ അടുത്ത് ബലൂൺ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടോ? ഈ പാതിരാത്രി ബലൂണും ഹെഡ്സെറ്റ് ഒക്കെ എന്തിനാ മൂല്യ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ആദ്യം ഞാനൊരു സ്ഥലം പറയാം. ഇതെല്ലാം എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോക്കോ. ബാക്കി കാര്യങ്ങളെല്ലാം ഓൺ ദ വേയിൽ ഞാൻ പറയാം. വാട്ട്? പുറത്തു പോണെന്നോ? ഇപ്പോഴോ? എങ്ങോട്ട്? വാ ചേട്ടാ, പ്ലീസ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞില്ലേ. പ്ലീസ് ചേട്ടാ. ശരി, ഞാൻ നോക്കട്ടെ. താങ്ക്സ് ചേട്ടാ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഇതൊരു അർജന്റ് മാറ്ററാ. പോയേ പറ്റുള്ളൂ. 4 അനിയത്തിമാർക്കും കൂടി ചേട്ടനായിട്ട് ഞാനല്ലേ ഉള്ളൂ. പോയല്ലേ പറ്റൂ. ശരി, പോയിട്ട് വാ. പോട്ടെ. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് പോയാലോ? പോകാൻ നോക്ക്. അല്ല, ഞാൻ ഇത്ര അത്യാവശ്യപ്പെട്ട് പോയിട്ട് എന്തിനാ? ഇപ്പൊ നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ദേ ഇറങ്ങി. മാജിക് ആണത്ര മാജിക്. ഇത് ശല്യപ്പെടുത്താന്നാ പറയാ. അയ്യോ, മീനാക്ഷി ആണെങ്കിൽ ഇതേ ഫോൺ വിളിച്ചോണ്ടേ ഇരിക്കുക. തിയേറ്ററിനകത്ത് സംസാരിക്കാനാണെങ്കിൽ ഭയങ്കര സൗണ്ടും. കഴിഞ്ഞ പ്രാവശ്യവും ബോസ് കാരണം അവളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോകാൻ പറ്റിയതേ ഇല്ല. എന്നെ പകുതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് അമൂല്യയുടെ കൂടെ പാർട്ടിക്ക് പോയി. ഓ, അവളെങ്ങാനും ഞാനിപ്പോ തിയേറ്ററിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ കാര്യം പോക്കാ. എന്റെ സമയോട്ട് ശരിയല്ല. ജൂനിയർ ബോസിനെ വിട്ടിട്ട് പോകാനും പറ്റില്ല. ഈ സീനിയർ ബോസും ജൂനിയർ ബോസും കൂടെ ചേർന്ന് എന്റെ മീനാക്ഷിയുടെയും ലൈൻ പൊട്ടിക്കും ഒന്ന് എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല.
ഒരു കാര്യം ചെയ്യാം, മീനാക്ഷിയോട് ചാറ്റ് ചെയ്തോണ്ട് ഞാനിപ്പോ സിനിമയ്ക്ക് പോകാം, അതാ നല്ല. ഹലോ, അയ്യോ ഇനി പയ്യെ സംസാരിക്കു ചേട്ടാ. നിന്റെ ഒരു ചേട്ടൻ ഈ ഗെറ്റപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. ചേട്ടാ ഇനി ഒരിക്കലും ഇതുപോലെ ചെയ്യില്ല. ഈ ഒരേ ഒരു പ്രാവശ്യം ഈ ഹെൽപ്പ് ഒന്ന് ചെയ്തതാ പ്ലീസ്. എവിടെ ഇപ്പൊ നിൽക്കുന്നേ? വീടിന്റെ അടുത്താണോ? എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വേദാന്തിന് വീട് മുമ്പിൽ തന്നെയാ. അയ്യോ അവിടെ നിക്കല്ലേ ചേട്ടാ, വേദാന്തിന്റെ ബാൽക്കണി കാണാൻ പറ്റുന്ന സ്ഥലത്ത് പോയി നിക്ക്. എന്തൊരു ഗതികെട്ട അവസ്ഥയല്ലേ എന്റെ. പോയോ ചേട്ടാ? ആ പോയി. ശരി, അവിടെ ഈ സമയത്തൊക്കെ ആരാ വിളിക്കുന്നേ? ഹലോ ഹലോ, ഞാനാ സംസാരിക്കുന്നേ. നീയാണോ ഇത്? പിന്നെ നീ എന്തിനാണ് വിളിക്കുന്നേ? ഇപ്പൊ എത്ര സമയം എന്നറിയോ നിനക്ക്? നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതല് ഈ സമയമാണ് എനിക്ക് വലുത്. അതുമാത്രല്ല, നമ്മുടെ ഈ ലവ് സ്റ്റോറിയില് ഈ സമയം പോലെ എനിക്ക് ഇഷ്ടമല്ലാത്ത വേറൊരു കാര്യവും ഇല്ല. നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? നിന്റെ പ്രേമൊക്കെ കയ്യിൽ വെച്ചാ മതി. ഇപ്പൊ നീ എന്നെ ഒന്ന് ഉറങ്ങാൻ വിട് പ്ലീസ്. ഈ ദേഷ്യം പെട്ടെന്ന് കുറയും. ആ ബാൽക്കണി വരെ ഒന്ന് വരുവാണെങ്കിൽ. വാട്ട്? എന്ത്? എന്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ ഞാനിപ്പൊ നിങ്ങളുടെ വീടിന്റെ മുന്നിലുണ്ട്. വാട്ട്? നീ ആരാടി? എന്റെ വീട്ടിലേക്ക് വന്നെന്നോ? വല്ലാതെ തമാശ കളിക്കല്ലേ? പ്രേമിച്ച് നടന്ന കാലത്ത് പോലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതല്ല ഇതിന്റെ പകുതി പോലും ചെയ്യില്ല. ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട് എല്ലാം കൊളാവുന്നാ തോന്നുന്നേ. ഈ അമൂല്യ എന്നെ കൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യിക്കുവോ ഭഗവാനെ, കാത്തോളനെ. അയ്യോ, ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? നിങ്ങളല്ലേ പറഞ്ഞേ എന്നെ നിങ്ങൾക്ക് സംശയമാണെന്ന്. ഈ ലവ് എന്ന് പറഞ്ഞാലേ ഭയങ്കര ഡേഞ്ചറാ. അതുകൊണ്ടാ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ തന്നെ വന്നത്. നിന്റെ തലയ്ക്ക് തീരെ സുഖമില്ലേ? പ്രണയം എന്ന് പറഞ്ഞാലേ ഒരു തരം വട്ടുപോലെയല്ലേ? പ്രണയിക്കുന്ന സമയത്ത് ഇതൊക്കെ ആരെങ്കിലും നോക്കൂ? പ്രണയത്തിനെ ഇതുപോലെ 1000 പ്രശ്നങ്ങളെ നേരിടാനുള്ള ശക്തിയുണ്ട്, അറിയാമോ? ഈ പാതിരാത്രിയാണ് നിന്റെ ലവും ഫിലോസഫിയൊക്കെ. നീ എന്തിനാടി വെറുതെ ശല്യം ചെയ്യുന്നേ? ഒന്ന് പുറത്തേക്ക് വാ. ഞാൻ നിങ്ങളുടെ ബാൽക്കണിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും വരാൻ മടി കാണിക്കുന്ന മോശമാണ് കേട്ടോ. ഒന്ന് വരൂ ഡിയർ. വാട്ട്? ഡിയറോ? ഇതാരാണെന്ന് അറിയണമല്ലോ. മിസ്റ്റർ വിശ്വമിത്ര, നിങ്ങളുടെ കല്യാണത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ദാ ഇവിടെ ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നു. ഒരു പെണ്ണ് നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്താലും അതിൽ വീഴാത്ത ഏതവനാ ഉള്ളെന്ന് എനിക്കൊന്ന് കാണണം. ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാണും. ഇങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് എനിക്കും അവളോട് പ്രേമം തോന്നുന്നതിനേക്കാളും നല്ലത് കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണെന്ന് നീ വിചാരിക്കും. അവിടെ വരെ ഞാനിത് എത്തിക്കും. എടി, നീ എന്നെ കളിപ്പിക്കുകയാണല്ലേ? Are you fooling around with me? ചേട്ടാ 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 ചേട്ടാ, ഹലോ, ഒന്ന് പറയ്. വേദാന്ത് ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ട്. നീ അവൻ കാണാതെ ആ ബലൂണൊക്കെ ബാൽക്കണിയിലേക്ക് പറത്തിവിട്. അമൂല്യ, ബലൂൺ വിടുവാണേ. ഡിയർ,
ബലൂണുകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനാ അതിനെ എങ്ങനെ പറത്തിവിട്ട്. എനിക്കെന്തോ ഈ അമൂല്യ വല്ലാത്ത ഡൗട്ടുണ്ട്. ചേച്ചി അനിയത്തി ഒരുമിച്ച് പണമുള്ളവരുടെ വീട്ടിലെ ആണുങ്ങളെ വശത്താക്കാൻ നോക്കുക. അല്ല, വേദാന്തിനെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വേദാന്തിനെ തന്നെ കല്യാണം കഴിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? നോ, അതൊന്നും വർക്കൗട്ട് ആവാനേ പാടില്ല. ഞാനൊരു ബിസിനസ്മാനാ, എന്നിട്ടും എനിക്ക് പാതിരാത്രി ഫോൺ വരാറില്ല. ഇവളെ ആരാ ഈ പാതിരാത്രി വിളിക്കുന്നത്? അതൊന്നും എടുത്ത് സൈലന്റ് ആക്ക്. ശാരിക, ആദ്യക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല അമ്മായി, ഞാൻ ആ അമൂല്യയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ഈ പാതിരാത്രിയിൽ ആ ദരിദ്രവാസികളുടെ കാര്യം എന്തിനാ പറയുന്നേ? അമ്മായി, എനിക്കെന്തോ ഈ വേദാന്തിനെ അമൂല്യ വശത്താക്കാൻ നോക്കാണോ എന്നൊരു സംശയം. നിനക്കുറക്കം വരുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് വല്ല സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചു കഴിക്കും. അല്ലാതെ മറ്റുള്ളവരെ പാതിരാത്രിയിൽ ഫോൺ വിളിച്ചിട്ട് കണ്ട കാക്കയുടെയും പൂച്ചയുടെയും കഥ പറയല്ലേ വേണ്ടത്. വേദാന്ത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ആരുടെയും വലയിൽ വീടില്ല. നീ ഫോൺ വെക്ക്. ഇപ്പൊ അവർക്ക് ഞാൻ പറയുന്നത് കേക്കണ്ട. ഭാവിയിൽ എല്ലാവരും ഇതിന് നന്നായി അനുഭവിക്കും. ആരാ സുഹസിനി അത്? എന്റെ വല്യപ്പനാ. നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആർ യു സീരിയസ്? നീ ശരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോഴും എന്നെ സംശയമാണോ ഡാർലിംഗ്? വാട്ട്? ഡാർലിങ്ങോ? ഉള്ളിൽ ഒരുപാട് ഇഷ്ടം തോന്നുമ്പോ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങള് പടപടാന്നങ്ങ് പറഞ്ഞു പോവും. ഡിയർ എന്നും ഡാർലിംഗ് എന്നും പൊന്നേ, ചക്കരേ, മുത്തേ, പഞ്ചാരേ, കുഞ്ഞുവാവേ, എന്റെ പൊന്നേ, എല്ലാം നീ തന്നെയാ. ഓ, ഷട്ട് അപ്പ്. കോൾ മീ വേദാന്ത്. ഈ ലോകത്തില് എനിക്കെല്ലാം വേദാന്താണ്. എന്ന് വെച്ചാ വേദാന്തം മാത്രാണ് എന്റെ ലോകം. ഞാൻ എന്തായാലും എന്റെ പ്രണയം നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്റെ പ്രണയത്തില്, അല്ല എന്റെ സിൻസിയർ ആയിട്ടുള്ള പ്രണയത്തില് വിശ്വാസം വരുമല്ലോ. ലവ്വും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. വേഗം ഫോൺ വെച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്ന് താഴോട്ട് നോക്കി. ഞാനിട്ടിരിക്കുന്ന ഗോൾഡൻ പിങ്ക് സാരി നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഒപ്പം എന്നെയും കാണാൻ പറ്റും. ഹലോ ഡിയർ, ഡാർലിംഗ്, മുത്തേ. ഹലോ ഹലോ ചേട്ടാ. ശരി, എന്നാ ഞാൻ ഇറങ്ങുക. ജോലി കഴിഞ്ഞല്ലോ. ഏയ്, ആരാത്? ഹലോ ഹലോ ചേട്ടാ ചേട്ടാ ചേട്ടാ